അപ്പോൾ എല്ലാവരും കാത്തിരുന്ന പോലെ ഈ ഒരു ചിത്രം OTT റിലീസിന് വരാൻ പോകുന്നുണ്ട്. ബേസിൽ ജോസഫ് നായകനായി എത്തുന്ന, പിന്നെ അതേപോലെ തന്നെ നസ്രിയ നായികയായി എത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഈ ഒരു സൂക്ഷ്മദർശിനി. അങ്ങനെ ഇതാ ഈ ഒരു ചിത്രം OTT റിലീസിന് വരാൻ പോകുന്ന റിപ്പോർട്ടായി കിട്ടിയിട്ടുണ്ട്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതുവരെ ഈ ഒരു ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയ 30 കോടിയോളാണ് ഈ ഒരു ചിത്രം നേടിക്കഴിഞ്ഞത്. നല്ല ഗംഭീര റിപ്പോർട്ടാണ് ഈ ഒരു ചിത്രം നേടിക്കഴിഞ്ഞിട്ടുള്ളത്. ഫാമിലി ഡ്രാമ ത്രില്ലർ കാറ്റഗറി എത്തുന്ന ഈ ഒരു ചിത്രമാണ് സൂക്ഷ്മദർശിനി. അങ്ങനെ ഈ ഒരു ചിത്രം OTT വരാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടാണ് ഈ ഒരു ചിത്രം OTT വരാൻ പോകുന്നത്. അതായത് ഡിസംബർ 25-ാം തീയതി ഈ ഒരു ചിത്രം OTT വരുമെന്ന് റിപ്പോർട്ടുണ്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി. അൺഒഫീഷ്യൽ റിപ്പോർട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഒഫീഷ്യൽ ആയിട്ട് റിപ്പോർട്ട് അധികം വൈകാതെ കിട്ടുന്നതായിരിക്കും. നമ്മൾ ലിസ്റ്റിലെ രണ്ടാമത്തെ ചിത്രമാണ്, ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ഈ ഒരു പല്ലോട്ടി 90 കിഡ്സ്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ എത്തി അത്യാവശ്യം നല്ല അഭിപ്രായം നേടി ഈ ഒരു ചിത്രമാണ് പല്ലോട്ടി 90 കിഡ്സ്. മലയാള ചിത്രമാണ്, ഒരു കോമഡി ചിത്രമാണ് ഈ ഒരു പല്ലോട്ടി 90 കിഡ്സ്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം മനോരമ മാക്സ്, പിന്നെ അതേപോലെ തന്നെ ആമസോൺ പ്രൈം വീഡിയോ ഇപ്പൊ കിട്ടിയ റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 6-ാം തീയതി ഈ ഒരു ചിത്രം OTT വരുന്നതായിരിക്കും. നമ്മൾ ലിസ്റ്റിലെ മൂന്നാമത്തെ OTT റിലീസിൽ എത്താമെന്ന ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒക്ടോബർ മാസം തിയേറ്ററിൽ എത്തി അത്യാവശ്യം നല്ല അഭിപ്രായം നേടി ഈ ഒരു ചിത്രമാണ് പനി. ആദ്യമായിട്ട് ജോജു ജോർജ് സംവിധാനം ചെയ്ത് നായകനായി എത്തുന്ന ഈ ഒരു ചിത്രമാണ് പനി. മലയാള ചിത്രമാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായം ഈ ഒരു ചിത്രം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. 50 ക്രോസ് ഈ ഒരു ചിത്രം കളക്ഷൻ നേടിക്കഴിഞ്ഞിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. അങ്ങനെ ഇതാ ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കോടെ തന്നെ ഈ ചിത്രം OTT വരുന്നതായിരിക്കും. അതായത് ഡിസംബർ 1-ാം തീയതി അല്ലെങ്കിൽ ഡിസംബർ 6-ാം തീയതി ഈ ചിത്രം OTT വരുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. നമ്മൾ ലിസ്റ്റിലെ 4-ാമത്തെ ചിത്രമാണ്, സൂര്യ നായകനെ എത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ്. പാൻ ഇന്ത്യ മൂവിയാണ് ഈ ഒരു കങ്കുവ. ഈ നവംബർ മാസം തിയേറ്ററിൽ എത്തി പരാജയപ്പെട്ട ഈ ഒരു ചിത്രമാണ് കങ്കുവ. എന്നാൽ ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വാങ്ങിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോ ആണ്. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ചിത്രം OTT വരാം, അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കോടെ തന്നെ ഈ ചിത്രം OTT വരുന്നതായിരിക്കും. അതായത് സർപ്രൈസ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ചിത്രം OTT വരാം. ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആയിട്ട് ഈ ഒരു ചിത്രം OTT വരുന്നതായിരിക്കും. നമ്മൾ ലിസ്റ്റിലെ 5-ാമത്തെ ചിത്രമാണ് അമരൻ. ഇതുവരെയായിട്ട് ഈ ഒരു ചിത്രം ഒഫീഷ്യലായിട്ട് OTT വന്നിട്ടില്ല. തമിഴ് ഭാഷയിൽ HD പതിപ്പ് ലീക്കാക്കപ്പെട്ടു ഈ ചിത്രം അമരൻ. അങ്ങനെ ഇതാ ഒഫീഷ്യലായിട്ട് നെറ്റ്ഫ്ലിക്സ് ഡിസംബർ 6-ാം തീയതി പാൻ ഇന്ത്യ ഭാഷയിൽ OTT വരുന്നതായിരിക്കും. തമിഴ്, ഹിന്ദി, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷയിലാണ് OTT വരാൻ പോകുന്നത്. തമിഴ് ഭാഷ ഈ ഒരു ചിത്രം കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് ഈ ഒരു ചിത്രം ലീക്കാക്കപ്പെട്ടു. ഒഫീഷ്യലായിട്ട് നെറ്റ്ഫ്ലിക്സ് വഴി ഈ വരുന്ന ഡിസംബർ 5-ാം തീയതിയാണ് വരാൻ പോകുന്നത്. ഓക്കെ.